ആനിമട്രോണിക്സ് മൃഗങ്ങളുടെ രൂപസാദൃശ്യവും അവയുടെ സ്വഭാവം അനുകരിക്കാൻ കഴിയുന്നതുമായ റോബോട്ടുകളെയാണ് ആനിമട്രോണിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലോകത്തിലെ വ്യത്യസ്തങ്ങളായ 5 വെറൈറ്റി ആനിമട്രോണിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. വെൽക്കം ബാക്ക് ടു വയനാട് മാർക്ക്. നിങ്ങൾ കങ്കാരുക്കളെ കണ്ടിട്ടില്ലേ? ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ കാണപ്പെടുന്ന കങ്കാരുക്കൾ. ഈ കങ്കാരുക്കൾ ഇനി ജർമ്മനിയിലേക്കും വരാൻ പോവുകയാണ്. ജർമ്മൻ കമ്പനിയായ ഫെസ്റ്റ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന ഒരു ബയോണിക് കങ്കാരുവിനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ കങ്കാരുവിന് 15 മീറ്റർ നീളത്തിലും 13 മീറ്റർ ഹൈറ്റിലും ചാടാൻ പറ്റുന്നതാണ്. ഏകദേശം 7 കിലോഗ്രാമോളമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഒരു ആംബാൻഡ് യൂസ് ചെയ്ത് മോഷൻസിലൂടെ ഈ ഒരു കങ്കാരുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു റോബോട്ടിക് കങ്കാരുവിനെ നിർമ്മിച്ചെന്നു മാത്രമേ കമ്പനി ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ കങ്കാരുവിനെ കൊണ്ടുള്ള ഒരു ഉപകാരവും അവർ ഇത്രയും കാലമായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രത്തെ റോബോട്ടാക്കി മാറ്റിയിരിക്കുകയാണ് ചൈനീസ് കമ്പനിയായ ഷവോമി. സൈബർ ഡോഗ് 2 എന്നറിയപ്പെടുന്ന ഈ ഒരു വേരിയേഷൻ ഇതിൻ്റെ മുമ്പുള്ള വേരിയേഷനായ സൈബർ ഡോഗ് 1 സീരീസിനും കാട്ടും എത്രയോ അഡ്വാൻസ്ഡ് ആണ്. ഏകദേശം 7 കിലോഗ്രാം മാത്രമാണ് ഇതിന് ഭാരം വരുന്നത്. റോബോട്ട് നിർമ്മാണത്തിൽ ജർമ്മൻകാരെ പൊട്ടിക്കാൻ പറ്റില്ല എന്ന് അവർ പിന്നെയും പ്രഖ്യാപിച്ച് പുതിയതായിട്ട് ഇറക്കിയൊരു റോബോട്ടാണ് ഒരു റോബോട്ടിക് തിരണ്ടി. ഇവോലോജിക് എന്ന് പറഞ്ഞ കമ്പനിയും ജർമ്മൻ നേവി ഒരുമിച്ച് നിർമ്മിച്ച ഒരു തിരണ്ടിയാണ് മാൻട്രാറെ. മനുഷ്യന്മാർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത കടലിടുക്കുകളിലും മറ്റു സ്ഥലങ്ങളിലും സ്കാൻ ചെയ്യാനും അതേപോലെ തന്നെ യുദ്ധക്കപ്പലുകളെ സെൻസർ ചെയ്യാനുമായിട്ട് ജർമ്മൻ നിർമ്മിച്ച ഒരു വ്യത്യസ്തമായ റോബോട്ടാണിത്. അടുത്ത റോബോട്ട് വന്നിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസിലെ തെരുവുകളിൽ ഏകദേശം 48,000 കിലോഗ്രാം ഭാരമുള്ള ഒരാന. ഇതാണ് ഫ്രാൻസിലെ ഗ്രാൻഡ് എലിഫന്റ്. ഇത് ഒരു റോബോട്ട് കം അമ്യൂസ്മെന്റ് റൈഡാണ്. ഒരേ സമയം 15 പേർക്ക് ഇതിൽ റൈഡ് ചെയ്യാൻ പറ്റും. മണിക്കൂറിൽ 1.5 കിലോമീറ്റർ വേഗത്തിൽ ഇത് ഫ്രാൻസിനെ നഗരവീഥികൾ കവർ ചെയ്യും. അടുത്ത റോബോട്ട് വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനീസ് കമ്പനിയായ എക്സ്പാങ് ഓഫീസ് വർക്കേഴ്സിന് അസിസ്റ്റന്റ് ആയിട്ട് ഒരു റോബോട്ടിക് പോണീനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനവർ നൽകിയിട്ടുള്ള പേര് റോബോട്ടിക് ഡ്രാഗൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഒരു കുതിര രൂപത്തിലുള്ള ഒരു റോബോട്ടിന് പോണിക്ക് പകരം ഡ്രാഗൺ എന്ന് പേരിട്ടത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് എനിക്കും ക്ലിയർ ആയിട്ടില്ല. ഓഫീസിനുള്ളിൽ സാധനങ്ങൾ കൊണ്ടുപോകാനും സ്നാക്സ് കൊണ്ടുവരാനും ചായ കാപ്പി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാനും വേണമെങ്കിൽ ഒരു പ്യൂണിന് പകരം ഇവയെ യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും സംഭവം നല്ല രസമുണ്ട്. ഒരു പ്യൂണിന് പകരം ഒരു റോബോട്ട്, അതും ഒരു കുതിര റോബോട്ട്. നമ്മൾ ലിസ്റ്റിൽ അവസാനമുള്ളതാണ് ഡ്രാഗൺ ആയിട്ടുള്ള ട്രെഡീനോ. 2014 കിങ്സ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നടക്കാൻ കഴിയുന്ന റോബോട്ട് എന്ന വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ റോബോട്ടാണ് ട്രെഡീനോ. ഏകദേശം 15 മീറ്റർ നീളവും അതേപോലെ തന്നെ 11 ടൺ ഭാരവുമാണ് ഇതിനുള്ളത്. ഏതൊരു ഡ്രാഗണയും പോലെ തന്നെ തീ തുപ്പാനുള്ള കഴിവും ഇതിനുണ്ട്. ഏകദേശം 1.5 മീറ്റർ നീളത്തിൽ വരെ ഇവയ്ക്ക് തീ തുപ്പാൻ പറ്റും. ജർമ്മനിയിൽ നടക്കുന്ന ഒരു തിയേറ്റർ ഷോയായ സ്ലേ ദ ഡ്രാഗൺ എന്ന് പറയുന്ന ഡ്രാമയിലെ പ്രധാന വില്ലനാണ് ഈ ട്രെഡീനോ.